ഒരു നീണ്ട കാലത്തിന് ശേഷമാണ് LDFിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുന്നത്. അല്ലേ? BJP ആദ്യമായിട്ട് തലസ്ഥാന നഗരം തന്നെ ഭരണാധിപത്യം ഏറ്റെടുത്തു. അതിൽ അരിശം തീരാതെ നടക്കുകയാണ് CPMകാർ. കാരണം CPMനുണ്ടായ വലിയൊരു നഷ്ടമാണ്. സംസ്ഥാന ഭരണം പോയതിന് തുല്യമാണ് തലസ്ഥാന ഭരണം നഷ്ടപ്പെട്ടത്. കറക്റ്റ്. അപ്പോൾ അത് ഈ പലരിൽ CPMൻ്റെ തിരുവനന്തപുരത്തെ സമുന്നത നേതാക്കന്മാർക്ക് മേയർ VV രാജേഷിനോട് പലതരത്തിലുള്ള അസഹിഷ്ണുതയും ഉണ്ടാകാറുണ്ട്. പലതരത്തിലും ഭരണം തടസ്സപ്പെടുത്താനുള്ള ശ്രമം. അതിൻ്റെ ഒരു ഭാഗമാണ് കുടിവെള്ള പ്രശ്നമൊക്കെ. തിരുവനന്തപുരം നഗരത്തിലും തിരുവനന്തപുരം ജില്ലയും ഒക്കെ തന്നെ ശുദ്ധജല ക്ഷാമം നേരിടുന്നുണ്ട്. അപ്പോൾ പലതരത്തിൽ ഈ ഭരണം വിരുദ്ധത ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമല്ലേ നടത്തുന്നത്? 100%. ജനങ്ങളുടെ ഇടയിൽ VV രാജേഷിനെ കൊണ്ടോ BJPയെ കൊണ്ടോ ഭരിക്കുവാൻ അറിയുകയില്ല, ബെടക്കാണെന്ന് വരുത്തി തീർക്കണം. ഇപ്പോൾ കാക്കയുടെ സ്വഭാവമാണ് CPM തിരുവനന്തപുരത്ത് എടുക്കുന്നത്. കാക്ക എല്ലാ ബെടക്കും തിന്നും. കാക്കയുടെ ബെടക്ക് ഏതെങ്കിലും ഒരു എറുമ്പ് പോലും അരിക്കും നമ്മൾ കണ്ടിട്ടില്ല. റോഡിൽ തന്നെ അങ്ങനെ കിടക്കും. ആ ഒരവസ്ഥയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തിരുവനന്തപുരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 45 വർഷത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ട് റൈസിങ് തിരുവനന്തപുരം കോർപ്പറേഷനായിരുന്നു. അതിനെ നയിച്ചിരുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സഖാവാണ്. അദ്ദേഹം പറയുന്ന രീതിയിലെ തിരുവനന്തപുരം മേയർ ചലിക്കുവാൻ ഒക്കുകയുള്ളൂ. അത് മുൻ മേയർ പ്രശാന്ത് ആയിരുന്നാലും ബ്രോ മേയർ ആയിരുന്നാലും ഇപ്പോൾ ഇറങ്ങിയ മാഡം മേയറായാലും നമ്മുടെ പാർട്ടി സെക്രട്ടറി അന്നായിരുന്ന ആനാവൂർ നാഗപ്പനായിരുന്നാലും ഇപ്പോൾ ഇരിക്കുന്ന V ജോയി ആയിരുന്നാലും ഭരണസിരാകേന്ദ്രത്തിൻ്റെ ചെലവുകൾ വഹിക്കുന്നത്, നേതാക്കളുടെ യാത്രാപ്പടികൾ, ബാക്കി അവർ തിരുവനന്തപുരത്ത് കണ്ണൂരിൽ നിന്ന് വന്നാൽ, കണ്ണൂർ പോളിറ്റ് ബ്യൂറോ തിരുവനന്തപുരത്തേക്ക് കുടിയേറിയാൽ വേണ്ട ചെലവും കൊടുക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള മുതലാളിമാരും ഫ്ലാറ്റ് ഓണർമാരും വ്യവസായ പ്രമുഖരുമാണ്. ഒരു ബിൽഡിംഗ് വയ്ക്കണം, അതിൻ്റെ പെർമിഷൻ ടൗൺ ഡെവലപ്മെൻറ്റ് ഓഫീസർ കൊടുക്കണമെങ്കിൽ ഒരു നാഗപ്പൻ്റെ ലെറ്റർ വേണം, അല്ലെങ്കിൽ ജോയിയുടെ ലെറ്റർ വേണം. ഇത് രണ്ടും കഴിഞ്ഞില്ല എങ്കിൽ ബ്രോ മേയറും പെൺകുട്ടി മേയറും ശിവൻകുട്ടി സഖാവിനെ വിളിക്കും, സഖാവ് ഇങ്ങനെ ഒരു പെറ്റീഷൻ വന്നിട്ടുണ്ട്, കൊടുക്കട്ടോ. അവിടെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരിച്ച് അധികാരത്തിലെത്തിയ മേയർ എന്നുള്ള ഉത്തരവാദിത്വം MP പത്മനാഭൻ മേയർ, ബാലകൃഷ്ണൻ മേയർ, സ്റ്റാൻലി സത്യനേശൻ മേയർ എടുക്കുന്നൊരു തീരുമാനമല്ല ഇവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. അവിടെയാണ് പാകതയും പക്വതയും ഇല്ലാത്തവരെ മേയറാക്കിയിട്ട് ഇവർ പറയുന്ന പിൻ സീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം 27 തൊഴിലാളികളെ, കണ്ടിജൻസ് തൊഴിലാളികളെ നിയമിക്കുവാൻ മേട്ടുക്കട പാർട്ടി സെക്രട്ടറി ഓഫീസിൽ നിന്ന് അന്നത്തെ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ എഴുതുകയാണ്, ഇതാ മേയർ ഈ വരുന്ന 27 പേരെ വിവിധ സ്ഥലങ്ങളിലേക്ക് ക്ലീനിങ്ങിനോ കണ്ടിജൻസ് സ്റ്റാഫോ ലേബറിലോ എടുക്കുക. പബ്ലിക് സർവീസ് കമ്മീഷൻ മേട്ടുക്കടയുടെ CPMൻ്റെ ഓഫീസാണോ? എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന വഞ്ചിയിലുള്ളത് മേട്ടുക്കടയാണ് ഓഫീസ്. ഇവർ തൊഴിലിന് വേണ്ടി വാദിക്കുന്ന പാർട്ടിയല്ലേ? ഇവർ സിനിമ എടുത്തല്ലേ? ജോബ് ഓർ ജയിൽ കരുണാകരൻ ഭരണകാലത്ത്, അച്യുതമേനോൻ ഭരണകാലത്ത് രാജശേഖരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ സിനിമ എഴുതി, അതിൽ പാടി 4 വാക്ക് പഠിച്ച പെണ്ണിനും വേലയില്ല കാലം. ആ MA സർട്ടിഫിക്കറ്റൊക്കെ കത്തിക്കുന്നത് ചായക്കടയിൽ ചായ അടിക്കാൻ നിൽക്കുന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നു. തൊഴിലില്ലായ്മയ്ക്കെതിരെ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങളെ ദ്രോഹിക്കുകയല്ലേ ചെയ്ത കമ്മ്യൂണിസ്റ്റ്. അങ്ങനെ എംപ്ലോയ്മെൻറ്റിനെ നോക്കുകുത്തിയാക്കി, PSCയെ നോക്കുകുത്തിയാക്കി, ഡയറക്ടർ ഇൻ്റർവ്യൂ ബോർഡിനെ നോക്കുകുത്തിയാക്കി, വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെല്ലാം സഖാക്കളെയും DYFകാരെയും SFഐയും കുത്തി നിറച്ചു. എന്തിനേറെ പറയുന്നു, ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ മെഡിക്കൽ കോളേജിൽ നടന്ന SATയിൽ ഇൻബോണ്ട് ഔട്ട്ബോണ്ട് നേഴ്സറിയിൽ അവിടുത്തെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും സഖാക്കളെ അവിടുത്തെ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്ന പെൺകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട്, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കേസുകളാണ്, അവിടുത്തെ കൗൺസിലറായിരുന്ന വ്യക്തിയും അന്ന് മിനിസ്റ്ററായിരുന്ന ആൾക്കാരും
ഇപ്പോഴത്തെ രണ്ടാം ഗവൺമെൻറ്റിലുള്ളവരും മെഡിക്കൽ കോളേജ് കംപ്ലീറ്റ് മെഡിക്കൽ കോളേജാക്കി മാറ്റി. മേടിക്കുക, നിയമിക്കുക, മേടിക്കുക, നിയമിക്കുക. അവിടുത്തെ പ്രിൻസിപ്പളിന് റോളില്ല. ഓഫീസ് റൂൾസ് റെഗുലേഷൻ നോക്കുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഒന്നുമില്ല. പാർട്ടി പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അടിക്കുമെന്ന് വരട്ടാണ്, വണ്ടി കയറ്റുമെന്ന് വരട്ടാണ്. ആരാ ജീവനെ പേടിച്ച് ചെയ്യാതിരിക്കും? ഇന്ന് അത്തരം കുട്ടികളെല്ലാം സസ്പെൻഡിലായപ്പോൾ നേതാക്കന്മാർ സംരക്ഷിക്കുന്നില്ല. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ബിൽഡിംഗ് പെർമിഷൻ വേണം. അവർ ഇടപെടുന്നു. ആ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ, എനിക്കറിയാമെന്നുള്ള എത്ര പേർക്ക് പെർമിഷൻ കിട്ടാതെ യോഗ്യമായ രീതിയിൽ ബേസ്മെൻറ്റ് കെട്ടി പകുതി വാർത്ത് കിടക്കുന്ന കെട്ടിടങ്ങൾ ചേട്ടാ വരൂ ഞാൻ കാണിച്ചു തരാം. ഇവർ കൊടുത്തിട്ടില്ല. അവർ പറയുന്ന ഇംഗിതത്തിന് വഴങ്ങാത്തതുകൊണ്ട്. ഈ കേരളത്തിലെ അവർ പറയുന്ന സ്ഥലങ്ങൾ നികത്തി വില്ലേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് കൊടുക്കും, വീടുകൾ വയ്ക്കും. അർഹമായിട്ടുള്ളവർ നികത്തുവാൻ അനുവാദം കൊടുക്കുകയില്ല. പഞ്ചായത്ത് രാജ് റൂൾ അനുസരിച്ച് 5 സെൻറ്റിൽ വീട് വയ്ക്കാൻ നിവർത്തിയില്ലെങ്കിൽ നികത്തി വീട് വയ്ക്കുവാൻ അനുവാദം ഗ്രാമപഞ്ചായത്ത് ആക്ടിലുണ്ട്. അതിന് കൈക്കൂലികൾ വാങ്ങുന്നു. മുട്ടത്തറ കൗൺസിലർ കോൺട്രാക്ടറെ നിന്നുകൊണ്ട് പൈസ എണ്ണുന്ന പടം നമ്മൾ മാധ്യമങ്ങൾ കൂടി കണ്ടതാണ്. ഇത് 1 ലക്ഷമാണ് എൻ്റെ പടി കേട്ടോ, 10,000 അഡ്വാൻസാണ്, ബാക്കി എളുപ്പം തരണം. അപ്പോൾ അങ്ങനെ തൊടുന്ന കൗൺസിലർമാരെല്ലാം അഴിമതികൾ. അവസാനം ഈ മേയർ ആറ്റുകാൽ പൊങ്കാല സമയം നടന്നപ്പോൾ വെള്ളം കൊടുക്കാൻ നിവർത്തിയില്ല. ഒരു വലിയ പ്രസ്ഥാനമെന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സേവാഭാരതിയും തിരുവനന്തപുരം കോർപ്പറേഷൻ 120 ടാങ്കറും വരുത്തി പൊങ്കാലയെ അട്ടിമറിക്കുവാൻ ശ്രമിച്ചു. എന്താ അതിൻ്റെ പിന്നിലുള്ളത്? ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ ക്ലീനിങ് ചെയ്തെന്ന് പറഞ്ഞ് 38 ലക്ഷം രൂപ എഴുതിയെടുത്തതിന് വൈരാഗ്യം തീർത്തതാണ്. അവിടുത്തെ ഒരു വിളക്ക് ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ എടുക്കണമെങ്കിൽ 400 രൂപയുള്ളൂ. ആ വിളക്കിൻ്റെ വാടക 6000 രൂപ എഴുതിയിരിക്കുന്നു. ഇങ്ങനെ സഹാക്കളുടെ ഒരു വിളനിലമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് 45 വർഷം അവർക്ക് കിട്ടാതെ പോയപ്പോൾ സഹാവ് ശിവൻകുട്ടിക്കും പുതിയ പഴയ മേയർക്കുമെല്ലാം അരിശം, പഴയ നേതാക്കൾക്കുമാർക്കും അത് ചെയ്യും. ഇപ്പോൾ അവർ പറയുന്നത് എന്താ? കണ്ണൂരിൽ നിന്ന് വന്ന പാർട്ടി പരിപാടി കഴിഞ്ഞ് വന്ദേ ഭാരതിൽ തിരിച്ച് തന്നെ പോകുക, തിരുവനന്തപുരത്ത് ഫണ്ടില്ല, നിങ്ങൾക്ക് ചെലവും ചെയ്യാൻ. വരുന്ന സഹാക്കളെല്ലാം പരിപാടി CC കഴിയുന്നു, തിരിച്ച് വൈകുന്നേരത്തെ വന്ദേ ഭാരതിൽ കണ്ണൂർ പോകുന്നു. പണ്ടതല്ല, കോർപ്പറേഷൻ വിളിച്ച് പറയും ഇന്ന സഖാക്കൾ കണ്ണൂർ വന്നിട്ടുണ്ട്, വേളി കാണണം, ശംഖുമുഖം പോകണം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ പായസം ഒന്ന് കുടിക്കണം. ദൈവം ഇല്ലെന്ന് പറയുന്ന പാർട്ടിയാണ്. നമുക്കൊന്ന് തിരുവനന്തപുരം ചുറ്റണം. ഒരു മുതലാളിയെ വിളിക്കും, ഹോട്ടലുകാരനെ, ഒരു കാർ അറേഞ്ച് ചെയ്യോ, ഇന്നേർക്ക് യാത്ര ചെയ്യണം, PR ഫണ്ടുണ്ടല്ലോ. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരെന്ന് നട്ടം തിരിഞ്ഞ് ഓടുന്നു. ബംഗാളിൽ എങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റിൻ്റെ ഗതി, അതേ അവസ്ഥ കേരളത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എത്തിച്ചു. മേയർ എന്ന് പറയുന്ന നീണ്ട 5 വർഷത്തെ സമര ചരിത്രം കൊണ്ടാണ് മേയർക്ക് ഭരണം കിട്ടിയത്. ജനങ്ങൾക്കറിയാം ഇവിടെ ഓപ്ഷൻ കോൺഗ്രസ്സിന് പറ്റുകയില്ല. കോൺഗ്രസിൻ്റെ ഹരിജനങ്ങളുടെ വിദ്യാഭ്യാസ ഫണ്ട് തട്ടിച്ചു ചേട്ടാ, അതാണ് ഗതികേട്. ഹരിജന ഫണ്ട് വകമാറ്റി. നിരന്തരം 25 ദിവസം രാജേഷിൻ്റെ നേതൃത്വത്തിൽ സമരം കിടന്നു. എല്ലാ വാർഡിലും അഴിമതിക്കെതിരെ സമരങ്ങൾ ചെയ്തു. എനിക്കറിയാം, ഞാൻ നേരിട്ട് കണ്ടു. ആക്കുളം വാർഡിൽ പുലയനാർകോട്ട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് നെഞ്ചുരോഗ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു പൈപ്പ് ലൈനുണ്ട്. അവിടെ ആൾക്കാർ കൂടിയിരിക്കുന്നതുകൊണ്ട് ഞാനും വണ്ടി തട്ടി വെച്ചിട്ട് ചെന്ന് നോക്കി. മിനിയാണ് കൗൺസിലർ, സംഘപരിവാറിലുള്ളവരും എല്ലാ കക്ഷിയിലുള്ളവരും ഉണ്ട്. സംഭവം എന്തായത്, ആ വാൾവ് അടച്ച് കോൺക്രീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുന്നു. അപ്പോൾ ആ ഏരിയ കംപ്ലീറ്റ് അങ്ങോട്ട് കുറച്ച് BJPക്ക് വോട്ട് കൊടുത്ത സ്ഥലമാണ്. പുലയനാർകോട്ടയിൽ നിന്ന് അങ്ങോട്ട് കമ്മ്യൂണിസ്റ്റിന് വോട്ട് കിട്ടിയിട്ടില്ല. ഈ NGO എന്ന് പറയുന്ന CIT വാട്ടർ വർക്സിൻ്റെ ഉദ്യോഗസ്ഥനെ കൊണ്ട് ആ ടോപ്പ് മാക്സിമം അടച്ചു വച്ചിരിക്കുന്നു. 2 പിരിയെ തുറന്നിട്ടുള്ളൂ. 6 പിരി. അതിൽ വന്ന എഞ്ചിനീയർ പയ്യൻ ഒരാളോട് ഞാൻ ചോദിച്ചപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ ഗുഡൻസ്? അപ്പോൾ ആ എഞ്ചിനീയർ പയ്യൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സാർ ഇതിനകത്ത് 8 പിരി വരെയുണ്ട്. ആദ്യത്തെ 2 പിരി തുറക്കുകയാണെങ്കിൽ ഒരു 20 മീറ്റർ ഉള്ള വീട്ടുകാർക്ക് വെള്ളം കിട്ടും. കാരണം തുറന്നു വിടുന്ന ആദ്യം എവിടെയാണോ ഫോഴ്സ് ആ വീട്ടുകൾക്ക് വെള്ളം കിട്ടുള്ളൂ. അതിൻ്റെ മുകളിൽ 10-20 വീട് BJP വീടാണ്. അപ്പോൾ അതിനൊരു 4 പിരിയും കൂടി തുറക്കണം, എങ്കിലേ ആ വീട്ടിൽ വെള്ളം കിട്ടുള്ളൂ. അതിനപ്പുറത്ത് വെള്ളം കയറണമെങ്കിൽ 6 പിരി തുറക്കണം. ഇങ്ങനെ ഓരോ മറ്റേ പമ്പ് റേഞ്ചിങ് വെച്ച് തുറക്കണ്ടേ. ഇങ്ങനെ 12 പിരി വരെയുള്ള ടോപ്പുകളാണ് റോഡിൽ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ തന്ത്രമാണ് ആറ്റുകാൽ അവർ ഉപയോഗിച്ചത്. ആറ്റുകാൽ BJP ജയിച്ചു. അവിടെ 2 പിരി വെള്ളമേ തുറന്നു വിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് വീടുകളിൽ കിട്ടി. ബാക്കിയുള്ളവർക്ക് ടാങ്കർ ലോറി വരണം.
ഒന്ന് ചേട്ടൻ ചിന്തിച്ച് നോക്കണം. അല്ലെങ്കിൽ സാമാന്യ തിരുവനന്തപുരത്തുള്ളവർ ചിന്തിച്ചു തുടങ്ങി. അത് നമുക്ക് 4-ാം തീയതി എണ്ണുമ്പോഴറിയാം. ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്ന ടാക്സ്, വെള്ളത്തിന് കരം കൊടുക്കുന്നത് വാട്ടർ വർക്സിലല്ലേ നമ്മൾ അടയ്ക്കുന്നത്, ഓൺലൈൻ വഴി നേരിട്ട്. തിരുവനന്തപുരം നഗരസഭയിലാണ് വെള്ളത്തിന് ബില്ലടയ്ക്കുന്നത്. എന്ത് വിരോധാഭാസമാണ് ഈ മേയർ പറയുന്നത്. കഴിവുകെട്ട മേയറാണ് രാജേഷ് എന്ന്. പഴയ മേയർ പറയുന്നു മോശം ഭരണമെന്ന്. നമ്മൾ വെള്ളത്തിന് കരമടയ്ക്കുന്നത് വാട്ടർ വർക്സിലാണ്. അല്ല, മാസം 4 കഴിഞ്ഞല്ലേ ഉള്ളൂ. അതെ. അപ്പം ഈ 45 വർഷം ഭരിച്ചവരാണ് ഈ 4 മാസം 90-120 ദിവസം ആവുന്നവരെ കുറ്റം പറയുന്നത്. അപ്പോൾ ഈ വാട്ടർ വർക്സിൽ ഭരണം ആരാ? കേരള കോൺഗ്രസിൻ്റെ ഘടകകക്ഷിക്കല്ലേ. അയാളല്ലേ ഇവിടെ വെള്ളം കൊടുക്കാൻ പ്രാപ്ത, ജലവിഭവ മന്ത്രി എന്ന് പറഞ്ഞ അയാളല്ലേ. അയാൾ ഒന്നും മിണ്ടുന്നില്ല, മേയറെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര മില്ലി ലിറ്റർ വെള്ളം എടുത്ത് എന്ന് നഗരസഭ കറക്റ്റ് കേരള വാട്ടർ അതോറിറ്റിക്ക് പൈസ അടയ്ക്കുകയാണ് കോർപ്പറേഷനിൽ നിന്ന്. കറണ്ട് കാണിച്ചു തരുന്നതിന് കോർപ്പറേഷൻ ഓരോ പോസ്റ്റ് അനുസരിച്ച് കൗൺസിലർമാർ കൊടുക്കുന്ന കണക്കനുസരിച്ച് വട്ടം രാത്രി നടക്കുന്നതിന് ഇലക്ട്രിസിറ്റി ബോർഡിന് പൈസ അടയ്ക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഭരണങ്ങളെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്നു. പണ്ട് കിറ്റെന്ന് പറഞ്ഞ് നടന്ന് വോട്ട് മേടിച്ചു, മോഡിയുടെ സാധനം വാങ്ങിച്ചു കൊടുത്ത് പിണറായി കൊടുത്തതെന്ന്. ഇപ്പോൾ തിരുവനന്തപുരത്തെ ജനത ബുദ്ധിമാന്മാരാണ്. അവർക്ക് മനസ്സിലായി വാട്ടർ വർക്സിൽ അടയ്ക്കുന്ന വാട്ടർ ബില്ലിന് കോർപ്പറേഷൻ എങ്ങനെ. കോർപ്പറേഷൻ രാജേഷ് കുടിവെള്ളമായതുകൊണ്ട് നല്ല കാര്യമാണ് ചെയ്യുന്നത്. അയാളൊരു ജനകീയനായതുകൊണ്ടാണ് 120 ടാങ്കർ കൊല്ലം ഉൾപ്പെടെ തിരുവനന്തപുരത്ത് വരുത്തി മേയറും മേയർ രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാ വാർഡുകളിലും വെള്ളം എത്തിച്ചത് കുടിവെള്ളം കൊടുക്കണം എന്നുള്ള ആ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആ ധർമ്മസേവ, മാധവസേവ എന്ന ആപ്തവാക്യം കുടിവെള്ളം ഉപയോഗിക്കുന്നത് ആ സംഘ സ്വയം സേവരായതുകൊണ്ടാണ്. കുടിക്കരുത് വെള്ളം തിരുവനന്തപുരം BJP അധികാരത്തിൽ കൊണ്ടുവന്നുണ്ടെന്നുള്ള ജനങ്ങളോടുള്ള പുച്ഛമായ മനോഭാവമാണ് മന്ത്രിമാരും പഴയ മേയർമാരും സഖാക്കളും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള തിക്തമായ മറുപടി സിന്ദൂരും കൽക്കട്ടയും പോലെ ബംഗാളിൽ നിന്ന് ഇത്രയും 45 വർഷം ബംഗാൾ ഭരിച്ചു ചേട്ടാ. രാജ്യസഭയിൽ ഒരു MP ഉണ്ടായിരുന്ന പോയപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല ബംഗാളിൽ. ഇനി ഉണ്ടെങ്കിൽ മറ്റേ 4-ാം തീയതി നടക്കുന്നതിലും വല്ലതും കിട്ടിയാൽ 1 മുറിയോ കിട്ടിയാൽ ബംഗാളിരിക്കാം. അവരാണ് കേരളത്തിലെ BJPയെ ചീത്ത വിളിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഭരണം തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക ഒറ്റുനിൽക്കുന്ന ജനങ്ങൾക്കറിയാം എന്താണ് രാജേഷ് ചെയ്യുന്നത്, എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ 45 വർഷം ചെയ്തതെന്നുള്ളത്. അതിനുള്ളത് 4-ാം തീയതി നമുക്ക് പെട്ടി തുറക്കുമ്പോൾ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.